നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലീഡ്സ് യുണൈറ്റഡിനെതിരെയുള്ള കളിക്ക് ശേഷം ലിവർപൂളിൻ്റെ ഈജിപ്ഷ്യൻ സൂപ്പർ താരം മോ സലാ തന്നെ കളിപ്പിക്കാത്തതിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരുന്നു. തന്നെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ചിലർ മനഃപൂർവ്വം ശ്രമിക്കുന്നു. തന്നെ ബസ്സിനടിയിലേക്ക് എറിഞ്ഞ ഒരവസ്ഥയാണുള്ളത്. താനാണ് ടീമിൻ്റെ മൊത്തം പ്രശ്നമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയ രൂപത്തിൽ പ്രതിഷേധമുയർത്തി. ഇപ്പോഴിതാ അതിനുള്ള നടപടി ലിവർപൂൾ എടുത്തിരിക്കുന്നു. ഇന്റർ മിലാനെതിരെ ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അവർ കളിക്കുന്നുണ്ട്. മിലാനിൽ വെച്ചിട്ടാണ് ആ കളി. ആ കളിക്കുള്ള സ്ക്വാഡിൽ നിന്ന് സലായെ പുറത്താക്കിയിരിക്കുന്നു. ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ആ വിഷയത്തിൽ ആർനെ സ്ലോട്ട് സംസാരിക്കുകയും ചെയ്തു. ആർനെ സ്ലോട്ട് പറയുന്നത്, യൂഷ്വലി ഞാൻ വളരെ ശാന്തനും പൊളൈറ്റുമായിട്ടുള്ളൊരു വ്യക്തിയാണ്. അതിനർത്ഥം ഞാൻ ദുർബലനാണ്, വീക്കാണ് എന്നല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലെയേഴ്സ് പറയുകയാണെങ്കിൽ ക്ലബ്ബ് റിയാക്ട് ചെയ്തേ പറ്റൂ. സോ ഇപ്പോൾ ഞങ്ങളുടെ റിയാക്ഷനാണ് നിങ്ങൾ കാണുന്നത്. അവൻ ഇവിടെ ഇല്ല. സലായെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല, ഈ കളിക്ക് കൊണ്ടുവന്നിട്ടില്ല. സലായും ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കായോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഫീൽ എനിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന് എന്ത് തോന്നുന്നു എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ റൈറ്റാണ്. മോ എല്ലായ്പ്പോഴും സ്റ്റാഫിനോടും ടീംമേറ്റ്സിനോടും ഒക്കെ വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് പെരുമാറുന്നയാളാണ്. നല്ല രൂപത്തിൽ അദ്ദേഹം ട്രെയിനിങ്ങും നടത്തുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞു എന്ന് കേട്ടപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ്ഡായി. പിന്നെ എൻ്റെ റിയാക്ഷൻ, മോസലയുടെ വാക്കുകളിലൂടെയുള്ള എൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് വളരെ ക്ലിയറാണ്. അതുകൊണ്ടാണ് ഈ ഒരു കളിക്ക് മോസല ഇവിടെ ഇല്ലാത്തത്. ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആയിരുന്നു. മോസലയ്ക്ക് തീർച്ചയായിട്ടും എന്താണോ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത് അദ്ദേഹത്തിന് ചിന്തിക്കാം. പക്ഷേ ഞങ്ങളുടെ റിയാക്ഷൻ വളരെ ക്ലിയറാണ്. ഹി ഈസ് ഔട്ട് ടുഡേ. ഈ കളിക്ക് ഞങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കുന്നു. പിന്നെ മോസല ലിവർപൂളിനായിട്ട് അവസാന കളി കളിച്ചു കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് ഐഡിയ ഒന്നുമില്ല. ഐ ഹാവ് നോ ക്ലൂ. ഈ ക്വസ്റ്റ്യന് എനിക്കിപ്പോൾ മറുപടി പറയാൻ പറ്റില്ല എന്ന് കൂടി ആർനെ സ്ലോട്ട് പറയുന്നു. ചുരുക്കത്തിൽ സലയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായി എന്ന് വേണം കരുതാൻ. ഇനിയിപ്പോൾ അദ്ദേഹം ആഫ്കോൺ കളിക്കാൻ പോകും. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോകാനുള്ള സാധ്യത തന്നെയാണ് തെളിയുന്നത്. വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.